ഫ്രണ്ട്സ്, വെൽക്കം ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇതാ ഞങ്ങൾ പൂവ് പറിക്കാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു കേട്ടോ. വീട്ടിലെ പൂവും പറമ്പിലെ പൂവും പിന്നെ അച്ഛനും കുറച്ച് പൂക്കൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാ പൂവും ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ചില സ്ഥലത്ത് പൂക്കളിടും, ചില സ്ഥലത്ത് തൃക്കാരപ്പന വെക്കും കേട്ടോ. ഞങ്ങളെ വീട്ടിലൊക്കെ തൃക്കാരപ്പന വെക്കും. ഇവിടെ പൂവാണ് ഇടൽ. അപ്പോൾ ഇതാ അമ്മ ചാണം മേകി തരുന്നുണ്ടായിരുന്നു. അങ്ങനെ പൂവൊക്കെ ഞങ്ങൾ അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നും ചെറിയ പൂക്കളാണ് ഇടാറ്. അപ്പോൾ ഇന്ന് കുറച്ച് വലിയ പൂക്കളിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാ കുണ്ടും കുഴിയുള്ളത് കാരണം ചെരിഞ്ഞൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഞങ്ങളെ പൂക്കളം ഇതാണ് കേട്ടോ. പിന്നെ കുറച്ചൊക്കെ കഴിഞ്ഞ ശേഷം ഞങ്ങൾ സദ്യ വിളമ്പുകയാണ് കേട്ടോ. എല്ലാവരും ഉണ്ടായിരുന്നു, അയൽവാസികളുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ 2 വീട്ടുകാരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ പ്രത്യേകിച്ച് വേറെ ആരും ഉണ്ടായിരുന്നില്ല, കുടുംബക്കാരൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഇതാ ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് ഭക്ഷണമൊക്കെ കഴിച്ചു. പിന്നെ നാത്തൂൻ്റെ വീട്ടിലേക്ക് പോകാനുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും കൂടി പോകുന്നുണ്ടായിരുന്നു ഒന്ന് നാത്തൂൻ്റെ വീട്ടിലേക്ക്. കൊച്ചിൻ്റെ വീട്ടിലേക്ക് പോയതിന് ശേഷം പിന്നെ അവിടുന്ന് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകും, എൻ്റെ വീട്ടിലേക്ക് പോകും. പിന്നെ മോളിൽ നിന്ന് പോകും കേട്ടോ. അപ്പം ഇന്ന് വീട്ടിലാരും ഉണ്ടാവില്ല. അപ്പോൾ ഞങ്ങൾ നാത്തൂൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ അച്ഛനും എല്ലാവരും ഉണ്ട് കേട്ടോ. അതാ ഞങ്ങൾ ചായ ഒക്കെ കുടിക്കുന്നു കേട്ടോ. ഇത് നാത്തൂനാണ് കേട്ടത്. പിന്നെ ഇതാ ഞങ്ങളെല്ലാവരും കൂടി കുറച്ച് നേരം എല്ലാവരും വർത്തനൊക്കെ പറഞ്ഞിരുന്നു ഇങ്ങനെ നിൽക്കായിരുന്നു കേട്ടോ. അല്ല ഇതാ അപ്പം തന്നെ ആടിൻ്റെ അടുത്തായിരുന്നു കേട്ടോ. ഓന് ആട് കുട്ടികളെ പൂച്ചക്കുട്ടികളെ അങ്ങനത്തേനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ അവിടുന്ന് പോന്നു. ഞങ്ങൾ കൊണ്ടോട്ടി അങ്ങനെയാണ് കേട്ടോ പോന്നിട്ടുണ്ടായിരുന്നത്. അവിടെ അടച്ചിട്ടുണ്ടാവും എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ പോന്നപ്പോൾ അവിടെ തുറന്നൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ചൊക്കെ കഴിഞ്ഞപ്പോൾ രജീഷേട്ടന് ഹെൽമെറ്റ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഹെൽമെറ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് കയറിയതാണ് കേട്ടോ. അതുകൊണ്ട് പിന്നെ ആദ്യം തന്നെ ഉണ്ടായിരുന്നു ഹെൽമെറ്റ്. പിന്നെ രജീഷേട്ടൻ ഒന്ന് വാങ്ങി, രജീഷേട്ടൻ്റെ പഴയത് എനിക്ക് തന്നു കേട്ടോ. അങ്ങനെ അതാ വീട്ടിലേക്ക് എത്തിയപ്പോൾ തന്നെ 8 മണി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചായ ഒക്കെ കുടിച്ചതിന് ശേഷം ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. എല്ലാവരും ഉണ്ടായിരുന്നു വീട്ടിൽ. പിന്നെ ഇന്ന് തറവാട്ടിൽ വന്നിട്ടോ. പിന്നെ അത് ചേച്ചി വന്നിട്ട് തറവാട്ടിലേക്ക് ഇറങ്ങാൻ വിചാരിച്ചു. അങ്ങനെ ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു. ഇനി ഓക്ക് ചായ ഒക്കെ കൊടുത്തതിന് ശേഷം എല്ലാവരും കൂടി കുറച്ചേരം കൂടി ഒക്കെ കഴിഞ്ഞിട്ട് ശേഷം അങ്ങോട്ട് ഇറങ്ങാൻ വിചാരിച്ചു. എല്ലാവരും ഉണ്ടാവും കേട്ടോ തറവാട്ടിൽ. എല്ലാവരും കൂടിയിട്ടാണ് കേട്ടോ ഉണ്ടാവുക. കാരണം പാപ്പന്മാരുണ്ട്, പിന്നെ അമ്മായികളും, അങ്ങനെ എല്ലാവരും കൂടിയിട്ട്. നാളെയാണ് കേട്ടോ ഞങ്ങളെ വീട്ടിൽ ഓണം. 3 ഓണമാണ് കേട്ടോ വീട്ടിൽ കഴിക്കൽ. തിരുവോണം തറവാട്ടിലാണ് ഇട്ടുണ്ടാവാറ്. തറവാട്ടിലെത്തി കഴിഞ്ഞാൽ പിന്നെ കുട്ടികളെ ജഗബൊക്കെ ആയിരിക്കും കേട്ടോ. പപ്പടം ചോദിച്ചാൽ തരാത്തവരൊന്നും കുട്ടികളല്ല. പിന്നെന്താ ചോറിനുള്ള തിരക്കിലാണ് കേട്ടോ. ഇടാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. പിന്നെന്താ ഇന്നത്തെ എൻ്റെ ഓണവിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. പിന്നെന്താ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. വീട്ടിൽ നിന്ന് ഫാമിലി ഫോട്ടോ ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ആ ഫോട്ടോ ഞാൻ തമ്പലൈനായിട്ട് കൊടുക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ. ടാറ്റാ.